പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ള കാസർഗോഡ് മുനിസിപ്പാലിറ്റീൻ്റെ അധീനതയിലുള്ള കാസർഗോഡ് ഫിഷ് മാർക്കറ്റിനെ പറ്റിയിട്ടാണ്. പല ആൾക്കാരും എൻ്റെ മൊബൈലിലേക്ക് ഓരോരോ വാട്സാപ്പ് വഴിയും അതുപോലെ തന്നെ മറ്റു വഴികളൊക്കെ ആയിട്ട് ധാരണ അയച്ചു തരും, മാർക്കറ്റിൻ്റെ ശോചനീയാവസ്ഥ എടുത്തു കാട്ടിക്കുന്ന രീതിയിൽ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഞാൻ കുറേ കാലമായിട്ട് അതിനെ ഹൈഡ് ചെയ്ത് പോവുകയായിരുന്നു. പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം അങ്ങോട്ടേക്ക് പോകേണ്ട വന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. എങ്ങനെ അത് പറയുമെന്ന് പറഞ്ഞാൽ, ഞാൻ തുടക്കം പറയുന്നത് കഴുതകൾക്ക് ഇതിനേക്കാളും നല്ല തൊഴുത്തും കാര്യങ്ങളും ഉണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റി കാസർഗോഡ് ജനങ്ങൾക്ക് തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ 100% ഞാൻ പറയാം, ഇവർ ഇന്നും സോമാലിയയിലോ അല്ലെങ്കിൽ വെളിച്ചെത്താത്ത രാജ്യത്തോ ആണ് ഇപ്പോൾ ഉള്ളത്. എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ ഈ ഒരു മാർക്കറ്റിനെ വിട്ടെന്ന് എനിക്കറിയുന്നില്ല. കോടിക്കണക്കിന് ഉറുപ്പ് നമുക്ക് ടാക്സ് കാര്യത്തിൽ വരുമാനമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് നമ്മൾ. അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പും കേന്ദ്ര ഗവൺമെന്റ് ഫിഷറീസ് വകുപ്പൊക്കെ ആയിട്ട് എത്ര കോടി വേണമെങ്കിലും തരാൻ റെഡിയാണ് നല്ല നല്ല മാർക്കറ്റ് ഉണ്ടാക്കാൻ. അതിന് പ്രൊജക്റ്റ് കൊടുക്കണം. പക്ഷെ നമ്മളെ മാർക്കറ്റ് ചീഞ്ഞളിഞ്ഞ ഒരു മാർക്കറ്റാണ്. ചീഞ്ഞളിഞ്ഞെന്ന് പറഞ്ഞാൽ താഴെ മുതൽ ആ മാർക്കറ്റിന്റെ എല്ലാ ഏരിയയിലും നടന്നു പോകാൻ പറ്റില്ല. ഒരു മനുഷ്യന് നടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാർക്കറ്റാണ് കാസർഗോഡ് മാർക്കറ്റ്. ആ മോളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയാൻ വാക്കുകളില്ല, അത്രയും ചീഞ്ഞളിഞ്ഞൊരു മാർക്കറ്റാണ്. 1960 പോലും ഇങ്ങനെ ഉണ്ടാവില്ല. ഏറ്റവും ദാരിദ്ര്യം കൂടി ആഫ്രിക്കൻ രാജ്യത്ത് പോലും ഇങ്ങനെ ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു മാർക്കറ്റ്. ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റി കാസർഗോഡ് ജനങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയാം, കാസർഗോഡ് ജനങ്ങളോട് ഒരു പ്രതിബന്ധതയും കാസർഗോഡ് മുനിസിപ്പാലിറ്റിക്ക് ഇല്ല. 100 കണക്കിന് ആൾക്കാരാണ് മൂക്കും പൊത്തിയിട്ട് മീൻ വാങ്ങിച്ചിട്ട് തിരിച്ചിട്ട് പോകുന്നുള്ളത്. അവിടെ മീന് വെച്ച് വിൽക്കുന്നുണ്ട്, നടന്നു പോകാൻ പറ്റുന്നില്ല, വാഹനം വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ പോകാൻ പറ്റുന്നില്ല, ഇടയിൽ മീനിന്റെ വെള്ളവും കാര്യങ്ങളായിട്ട് ഒലിച്ചു പോകുന്നുണ്ട്. മുകളിൽ മീൻ മുറിക്കുന്നിടത്ത് മീൻ വെള്ളം ഇങ്ങനെ കെട്ടി നിന്നിട്ടുണ്ട്. മീൻ മുറിച്ച തൊലിയും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. ടോയ്ലറ്റ് ഉണ്ട്, വെള്ളമില്ല, ടോയ്ലറ്റിന് ഡോറില്ല. അതുപോലെ തന്നെ അവിടെ ആധുനിക മത്സ്യ മാർക്കറ്റ് എന്നിട്ട് ഒരു മത്സ്യ മാർക്കറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ലൈനിൽ ഒരു 3-4 ആൾക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ അതിനകത്ത് ആളില്ല. ഈ താഴത്ത് നിൽക്കുന്ന ആൾക്കാരെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇട്ടാൽ മതി, ആ റൂമിലേക്ക് ഇട്ടാൽ തന്നെ മതി. അതിനെ ഒന്ന് ശരിയാക്കിയിട്ട് ഫാനും കാര്യങ്ങളും ലൈറ്റെല്ലാം വെച്ചിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ആൾക്കാരെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആ മാർക്കറ്റ് ഒരു വക്കെ ശരിയാവും. പിന്നെ ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കാര്യങ്ങളിലാക്കി കഴിഞ്ഞാൽ കാസർഗോഡ് ഏറ്റവും നല്ല മാർക്കറ്റായിട്ട് മാറും. ഈ താഴത്ത് മീൻ വെക്കുന്ന സംഭവമാണ് നമുക്ക് ഇല്ലാതാക്കേണ്ടത്. അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജനങ്ങൾ തീരുമാനിക്കണം. 2 മാസം അത് പൂട്ടിയിട്ടിട്ടുള്ള എല്ലാ വർക്കും ചെയ്യാൻ കാസർഗോഡ് റെഡിയാണ്. ഈ 2 മാസം നമ്മൾ മീൻ കൂട്ടാൻ പോകുന്നില്ല. നമുക്ക് വേണ്ട മീൻ, നമുക്ക് ഈ നാട് നന്നായാൽ മതി. ആ രീതിയിലുള്ള ഒരു മാർക്കറ്റും കാര്യങ്ങളും നമുക്ക് നന്നാക്കിയിട്ട് പോകുന്നുണ്ടെങ്കിൽ 100% മുനിസിപ്പാലിറ്റിക്ക് ഈ മാർക്കറ്റ് അങ്ങോട്ടേക്ക് വിട്ടുകൊടുക്കുക നന്നാക്കാൻ. അങ്ങനെയാണ് നമുക്ക് 2 മാസം മീൻ വേണ്ട. ഓക്കെ, മാർക്കറ്റ് നന്നായിട്ട് മതി നമുക്ക് മീൻ എന്ന രീതിയിൽ ജനങ്ങൾ തീരുമാനിച്ചാൽ 100% ഞാൻ പറയാം ആ മാർക്കറ്റ് നന്നാവും. അപ്പൊ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ തീരുമാനം എടുക്കാൻ നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ശേഷം ഒരു ജനങ്ങൾ വരാനുണ്ട്, ഇവിടെ നെക്സ്റ്റ് തലമുറ വരാനുണ്ട്. അവരൊക്കെ കാക്കരിച്ച് തുപ്പ് നമ്മളെ കണ്ടെങ്കിൽ എന്ത് ജനതയാണ് ഇവിടെ ജീവിച്ചിട്ട് പോയെന്ന് ചോദിച്ചിട്ട് അത്രയും വേസ്റ്റാണ് ആ മാർക്കറ്റ്. മുനിസിപ്പാലിറ്റി അധികാരികളും മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥന്മാരൊക്കെ ഹെൽത്തും കാര്യങ്ങളൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. എന്തെടുക്കുന്നത് അവരവിടെ എന്തെടുക്കുകയാണ്? അതാണ് ഞാൻ നോക്കുന്നില്ല. ഇവരൊക്കെ ശമ്പളം വാങ്ങുന്നല്ല, 50-60 ലക്ഷം ഉറുപ്പൊക്കെ ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അതിൻ്റെ ഉള്ളിലുള്ള. എന്റെ ഞാൻ കാട്ടിച്ചുതരാം. അല്ലെങ്കിൽ ഈ വീഡിയോ നോക്ക്, നിങ്ങൾ വരുന്നുള്ള വീഡിയോ നോക്ക് നിങ്ങൾ, എന്നിട്ട് പറ നിങ്ങൾ ഇതൊരു മാർക്കറ്റാണോ? ഇത് ഫിഷ് മാർക്കറ്റാണോ? പറയാൻ വാക്കുകളില്ല കേട്ടോ. ഇതൊക്കെ നന്നായിട്ടാണ്ട് നമ്മളെ നാട് നന്നാണ്ടത്. ആരോട് പറയാനിത്? അവിടെയുള്ള ഷോപ്പുകാരൊക്കെ സഹകരിക്കണം. അവിടെയുള്ള റോഡ് നന്നാണ്, പാർക്കിംഗ് നന്നായിട്ട് വേണം. അവിടെയുള്ള മീൻ ബാർ വിളിക്കുന്നുള്ള ആൾക്കാർക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അവിടെ വിശ്രമിക്കാനുള്ള ഒരു ഏരിയ വേണം. അവിടെ ചെറിയൊരു കഫറ്റീരിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ നല്ലൊരു സൗകര്യമാക്കി കൊടുക്കണം. നല്ല ടോയ്ലറ്റ് ഉണ്ടാവണം, നടന്നിട്ട് പോകാനുള്ള സ്ഥലം ഉണ്ടാവണം, മീൻ വിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവണം, മീനിന്റെ വേസ്റ്റ് പ്രോസസ്സിങ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ടാവണം. അതുപോലെ തന്നെ ഹോൾസെയിൽ ആൾക്കാർക്ക് ഇരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സൗകര്യം കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്നുമില്ല അതിനകത്ത്. ഒരു മരുഭൂമിയാണ് ചുരുക്കം പറഞ്ഞാൽ. കുറെ ആൾക്കാർ കൂടുന്ന ഒരു മരുഭൂമിയാണ്. ഇനിയെങ്കിലും മുനിസിപ്പാലിറ്റി അധികാരികളും ഭരണവർഗം ചിന്തിക്കും, മീൻ മാർക്കറ്റ് ഒന്നും നന്നാക്കിയിട്ടല്ലാണ്ട് നമ്മൾ പോകുന്നില്ല. പിന്നെ ഒരു കാര്യം, ഞാനൊരു വിവരാവകാശം കൊടുത്തിരുന്നു, കുറെ കാര്യങ്ങൾ അറിയാനുണ്ട് ആ മാർക്കറ്റിൽ. ഈ ഒരു വീഡിയോ കൊണ്ടൊന്നും ഞാൻ നിർത്താൻ പോകുന്നില്ല, 100% ഉറപ്പാണ്. ഇത് ചുരുക്കം പറഞ്ഞാൽ ഒരു ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഒരു സംശയം വേണ്ട, ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് ഇത് മുനിസിപ്പാലിറ്റി എടുത്തിട്ടുള്ളത്. ജനങ്ങൾക്ക് നല്ലൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, ജീവിക്കാനുള്ള നല്ലൊരു സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരെ
കർത്തവ്യമാണ്, അത് അവർ നിർവഹിക്കുന്നില്ല. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ട് ഇതാക്കണ്ട. എന്തായാലും വിവരാവകാശം വന്നതിന് ശേഷം ഒരു വീഡിയോ കൂടി ഞാൻ ഒന്നും കൂടി ഇടും. അപ്പൊ അതിന്റെ മൊത്തത്തിലുള്ള കാര്യം നമുക്കറിയാം. അതിൽ എത്ര സ്ഥലമുണ്ട്, എത്ര ഷോപ്പുണ്ട്, എത്ര വാടക കിട്ടുന്നുണ്ട്, എത്ര പൈസ അവിടുന്ന് വരുന്നുണ്ട്, എത്ര ആൾക്കാർ വാടക കൊടുക്കാനുണ്ട്, എന്തൊക്കെയാണ് 15 വർഷം അവിടെ എടുത്ത പണി, റിന്യൂവേഷന് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്തായാലും കുറെ പൈസ അതിനകത്ത് കൊണ്ടുപോയിട്ട് ഇടുന്നുണ്ട് എന്നറിയാം. അത് എന്തിനൊന്നും അറിയില്ല. അപ്പൊ അതൊക്കെ അറിയാനായിട്ട് വിവരാവകാശം കൊടുത്തിട്ടുണ്ട്. എന്തായാലും വരട്ടെ, നമുക്ക് നല്ല രീതിയിൽ ആ മാർക്കറ്റിനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ആലോചിക്കാം എന്തായാലും. അപ്പൊ ജനങ്ങൾ, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഈ കാര്യത്തിൽ വേണം. കാസർഗോഡിന്റെ ഒരു മുഖമാണ് കാസർഗോഡ് ഫിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. വെറും ഫിഷ് മാത്രമല്ല അവിടെ മീനുണ്ട്, ഇറച്ചിയുണ്ട്, കോഴിയുണ്ട്, എല്ലാ സാധനവും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഏറ്റവും നന്നാക്കിയിട്ട് വരാൻ പോകുന്നുള്ള ഒരു മാർക്കറ്റ്, ഒരു അത്യാധുനിക രീതിയിലുള്ള മാർക്കറ്റാണ് നമുക്ക് വേണ്ടത്. അതിന് കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കും, കേരള ഗവൺമെൻറ് സഹായിക്കും. അതിന് ആദ്യം ചെയ്യേണ്ട മുനിസിപ്പാലിറ്റി ഒരു പ്രൊജക്റ്റ് അങ്ങോട്ടേക്ക് കൊടുക്കണം. ആ പ്രൊജക്റ്റ് കൊടുക്കാനുള്ള ഒരു മിനിമം മനസ്സെങ്കിലും മുനിസിപ്പാലിറ്റി എടുക്കണം. അത്രേ ഉള്ളൂ പറയാൻ. താങ്ക് യു.